അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇത് ഓട്ടോയിലാണ് കറങ്ങാൻ പോണത്. നമുക്ക് ഓട്ടോ എടുക്കാം. ഓട്ടോയുടെ ചീറ്റ് കോഡ് 8370 ഇല്ലേ? ഓട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓട്ടോ എടുക്കാം. നമുക്കിട്ട് കറങ്ങാൻ പോവാം. അല്ല, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ വെഹിക്കിൾസ് മാത്രമല്ല ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂ സിറ്റിയിലോട്ട്. അതിങ്ങോട്ടാണോ? അതാ ജുറാസിക് പാർക്കല്ല, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയാൽ നമുക്ക് കിട്ടും. നമുക്കതാ അപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പാളമില്ലേ, അതിൽ കൂടി നമുക്ക് പോവാം. അപ്പം കിട്ടും. ഓക്കേ, ഇതൊക്കെ ഇപ്പോൾ സ്പീഡ് കൂട്ടാം. ഓക്കേ, നമ്മൾ വഴി മാറിപ്പോയി. നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. അയ്യോ, ഈ ഓട്ടോയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ബൈക്കൊക്കെ കൺട്രോൾ ചെയ്യണം, പക്ഷെ വെയിറ്റ് താക്കണ്ട. നമുക്കപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇതൊന്നും ഓട്ടോയ്ക്ക് ഇത്ര സ്പീഡേ ഉള്ള. ഓക്കേ, അനിയൻ ഫോണിൽ മൈൻഡ് ക്രാഫ്റ്റ് ഒരു മങ്കി ജയ്ജയാ അങ്ങനത്തെ എന്തോ ഒരു ഇത് കണ്ടുപിടിക്കണതാണ്. അതിൻ്റെ ശബ്ദമാണ് ഇപ്പം കേൾക്കുന്നത്. ഓക്കേ, നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല, കുറച്ച് ദൂരം കണ്ടുമായിട്ടുണ്ട്. ഇവിടെ കണ്ടുമായിട്ടാണ് ഇപ്പം എത്തണ്ടേ. പുതിയ അപ്ഡേഷനൊക്കെ വന്നതെന്ന് പറയണം. പുതിയ ന്യൂ ചീറ്റ് കോഡൊക്കെ കിട്ടണമെങ്കിൽ പറയണേ. എത്തി ഗൈസ്. ഇനി നമുക്ക് ഈ റോട്ടിൽ കൂടി കയറിപ്പോണം. ഇതാണ് ന്യൂ സിറ്റി. ഈ പഴയ അപ്ഡേറ്റിൽ ആരും ബൈക്ക് ഓടിക്കുമായിരുന്നു. ഇപ്പം ഈ പുതിയതായതുകൊണ്ട് ഇപ്പം എല്ലാവരും ബൈക്ക് ഓടിച്ച് തുടങ്ങി. അപ്പോൾ ഗായ്സ്, ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ സിറ്റിയിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ശല്യപ്പെടുത്താം. അപ്പം പോലീസുകാർ വരും. പോലീസുകാർ വന്നാൽ പിടിക്കാൻ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ബൈക്ക് കാറൊക്കെ ഓടിച്ചോണ്ട് ഇങ്ങനെ പോലീസുകാരെ വെട്ടിച്ചോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, നമ്മൾ ഇനി റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ പോകും. മാറൂല്ലേ നീ? മാറി. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ചു പോവാണ്. ഇതുവഴിയാണ് വഴിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഓട്ടോ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. കണ്ടോ, ഇത് ഇങ്ങനെ വരും. ഇതെന്താണ്? ഓക്കെ,
ആ ട്രെയിൻ പാളം കണ്ട അവിടെ ഒരു വര ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ പയ്യെ പയ്യെ വളച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് പൊങ്ങും, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇങ്ങോട്ടാക്കിയാൽ അത്രേ പൊങ്ങുള്ളൂ, ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടാക്കിയാൽ പൊങ്ങും. ആൾക്കാരൊന്നും അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. പെട്രോൾ ചെയ്യാറ് നോക്കും, പെട്രോൾ അടിച്ചിട്ട് പോവാം. പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ട്. മുട്ടൂലല്ല, ചേട്ടാ പെട്രോളിങ് ഓക്കെ. നമുക്ക് വണ്ടി തിറങ്ങാം, നമുക്ക് പെട്രോൾ അടിപ്പിക്കാം. ഓക്കെ, നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടിയിലോട്ട് കയറാം. ഫുൾ ടാങ്ക് അടിച്ച് 1500 രൂപയായി. 1500 രൂപയൊന്നും ആയിട്ടില്ല, 500 രൂപ. ഇനി നമുക്ക് നമ്മുടെ പഴയ വീട്ടിലോട്ടൊന്ന് പോകാം. പഴയ വീട്ടിലോട്ട് പോയിട്ട് വണ്ടി ഒന്ന് മാറ്റി പിടിക്കാം. പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചീറ്റ് കോഡ്സ് എന്ന് പറഞ്ഞേ കമൻറ്റിലിടുക. ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള വണ്ടീൻ്റെ പേരും ചീറ്റ് കോഡും പിന്നെ ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞ സ്ഥലവും അടിക്കുക. നമുക്കപ്പോൾ ഓട്ടോ ബാക്കിലത്തെ ഗരാജിൽ കൊണ്ടിടാം. അയ്യോ ഓക്കെ, ഞാൻ ഇപ്പോൾ ഗരാജിലോട്ട്. ഒരു ബൈക്കിൽ സ്കിഡ് ചെയ്യാൻ പറ്റില്ല, ഓട്ടോ സ്കിഡ് ചെയ്ത സ്പീഡേ നിങ്ങൾ കണ്ടായിരിക്കല്ലേ. ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് GTR എടുത്ത് പോവാം. GTR എടുത്തിട്ടുണ്ട്. ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുന്ന ആള് GTRൽ എങ്ങനെ പോകുന്നു? ഈ വണ്ടിയുടെ എല്ലാ ശബ്ദവും ഇതുപോലെ ഇരിക്കും. ഞാൻ കാണിച്ചുതരാം, കണ്ട. ഉള്ളിലത്തെ വ്യൂ എടുക്കുമ്പോൾ കുറച്ച് ശബ്ദം കൂടുതലാണ്. ഓട്ടോനെക്കാളും നല്ല സ്പീഡുണ്ട്. ഇതല്ല വണ്ടി. ഓക്കെ, ഈ ഡോർ അടച്ചെന്ന് തോന്നുന്നു. ഡോർ അടച്ചിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലെ. ഇനി നമുക്ക് റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് എടുത്തിട്ട് ബ്രേക്ക് പിടിക്കണം. ഡോർ എങ്ങനെയൊക്കെ അടച്ചത്. രണ്ട് ഡോറും അടഞ്ഞിട്ടുണ്ട്. യെസ്, 2 ഡോറും അടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പോവാം. നമ്മുടെ വീട് എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് പോണ സ്ഥലത്തൊക്കെ പോയിട്ട് വരാം. അയ്യോ, ഒന്നും പറ്റിയില്ല. ഭാഗ്യം,
കഷ്ടപ്പെട്ട ആ 2 ഡോറും അടച്ചത്. ഇതുപോലൊക്കെ ഗൈസ് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മളിപ്പോൾ ബ്രേക്ക് വലിച്ചാലും ഒന്നും പറ്റൂല, ഡോർ തറയൂല. കാരണം അത്ര പവർ വന്നിട്ട് ഇതാക്കിയ അത് അടഞ്ഞു. പക്ഷേ പവറാക്കിയിട്ട് ആ ഡോറ് പൊളിഞ്ഞു പോയത്. ഓക്കെ, നമ്മളെ എത്തിയിട്ടില്ല. അതായാലും അതിൻ്റെ സ്ഥലമൊക്കെ ആയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഓക്കെ, സ്കിന്നടിച്ചോ. ഇത് റിവേഴ്സ് എടുത്തിട്ട് കയറ്റണം. കയറ്റിയിട്ട് നമുക്ക് അകത്തോട്ട് ഉണ്ടാക്കാം. ഇത് വീടിനകത്തോട്ട് വെച്ചാലോ എന്നെനിക്കൊരു സംശയം. വേണ്ട, കുറച്ച് പേര് കാണട്ടെ, ഒരു 4 പേരെങ്കിലും കാണട്ടെ നമ്മളെ കാറ്. ഓട്ടോക്കാരൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാർ GTR എങ്ങനെയായി? ഓക്കെ, നമ്മുടെ അടുത്ത കാറാണ് സൂപ്പറാ. ഗൈസ്, ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിൽ ടാക്സിയാണുള്ളത്. ടാക്സി ഏത് കമ്പനിക്കാരാന്നറിയോ എടുത്തേക്കടാ? നിസാൻ്റെ GTR ടാക്സി ആയിട്ട് എടുത്തേക്കാൻ. അതായത് ഗൈസ് ഉണ്ട്, ഓഡിയുടെ ടാക്സി ഉണ്ട്, ഓഡി, ബെൻസ്, ടാറ്റ പഞ്ച്. ഓക്കെ, നമുക്ക് ഇനി നമ്മളിങ്ങോട്ട് പോയല്ലേ, നമുക്ക് സ്കിൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. ലംബോർഗിനിയുടെ ഫ്രണ്ട് വെച്ച് സൂപ്പർ സ്കിൻ അടിച്ച് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് പോലീസുകാരോട് ശരിയായ സംസാരമൊക്കെ ചെയ്യാം. താനാരാണ്? അത് ശരി, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തോന്നിയിരുന്നോ? എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണം? അന്നാ തന്നെ ഇതിനകത്ത് ഇരിക്കുമല്ലോ. ഓക്കെ ഗൈസ്, അപ്പം അവരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. എന്താ സുഖം. ഓക്കെ, ഇത് സ്ലോ മോഷൻ എടുത്തിട്ട് നോക്കുക. സൈഡ് പോട്ടിട്ട് സൈഡ് കുറുക്കിട്ട് അയ്യോ, സ്ലോ മോഷൻ പോകണ ഗൈസ്. ഗൈസ്, സ്ലോ മോഷൻ പോടില്ല. ഓക്കെ, ഇപ്പൊ പോയി ഗൈസ്. സ്ലോ മോഷൻ ഇട്ടുണ്ടായിരുന്നു. ഒറ്റപ്പറ്റത്തെ തുമ്പളയാലും മുറുകിന് വളച്ചത്. നമ്മളങ്ങനെ ടൈപ്പല്ല. നമ്മളെവിടെയാണെങ്കിലും സ്കിഡടിച്ചേ പോകുള്ളൂ, വളക്കണാണെങ്കിൽ തന്നെ. കണ്ട, വളയ്ക്കണമെങ്കിൽ സ്കിഡടിക്കണം.
ദാറ്റ്സ് മൈ സ്പെഷ്യാലിറ്റി. ഓക്കെ, നമുക്കിനി ഇങ്ങോട്ട് വളച്ചോണ്ട് പോകാം. അയ്യോ ഇത് നോക്കി. ആ ഓക്കെ, മാറിയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് വളച്ച് ഓക്കെ 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 ജീറ്റ് അതുപോലെ നിൽക്കണം. ഈ സൂപ്പറൊക്കെ അധികം സ്പീഡില്ലെന്നാ പറയണത്. പിന്നെ വേറൊരു മഞ്ഞയും വൈറ്റും ഉള്ള സൂപ്പർ. മഞ്ഞ കുറച്ച് സ്പീഡ് കൂടുതലാണ്, വൈറ്റ് പോലത്തെ എന്തോ സൂപ്പറാണ്. അതിനാണ് ഏറ്റവും ഭയങ്കര സ്പീഡുള്ളതെന്നാ പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത കാറാണ്. നമ്മൾ ആരും കാണാത്തൊരു ബൈക്കാണ് ഇപ്പൊ വരാൻ പോണത്. അയ്യോ ഞാൻ ഇതുകൊണ്ടേ കളയട്ടെ. ഗൈസ് ഇതണ്ടാ ബാക്കിലോട്ട്. അയ്യോ ഇടിച്ച. ഇതിങ്ങനെ നെക്കി ചെയ്യുമ്പോഴേ കുറെ സ്പീഡ് നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെ കരുതിട്ടാ ബാക്കിന് സ്പീഡ് കിട്ടിയത്. ഇതിപ്പോ ഒരു ബുള്ളറ്റിനേക്കാളും നല്ല ഇങ്ങനെ നെക്കി പോകുമ്പോ കാറ് ഓടിക്കണോ അപാര ബുദ്ധി തന്നെ. സൈക്കിളിന്റെ സ്റ്റിയറിംഗ് വീല് സൂപ്പർ. ഡിഫൻഡറെക്കാളും ഭയങ്കര സ്പീഡാണല്ലോ ഗൈസ്. ഞാൻ സ്പീഡ് ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്, സ്പീഡ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കേ ഇത് ശരിക്കും സൈക്കിളല്ല ഗൈസ്, ഞാൻ കാണിച്ചറിഞ്ഞ നോക്കൂ. സൈക്കിളിൽ നിന്ന് പോകൂ. നോക്കൂ ഈ സൈഡില് ഞാൻ ബൈക്ക് എടുത്ത് വെച്ചരാ. H2R വെച്ചരാ. ഇത് വേണ്ട പുക വേണ്ടാണ്ട് ഇത് അതുപോലെ ഇതിന് വന്ന ഇത് ബൈക്കാണ് ഗൈസ്. പിന്നെ ഈ ചിഹ്നം കണ്ട, ഈ ബൈക്കിന്റെ ചിഹ്നം സൈക്കിളിൽ കയറുന്നതിന്റെ ഇതില് കണ്ട. ഈ ബൈക്കിന്റെ ചിഹ്നത്തിൽ നിൽക്കുമ്പോ ഇത് കയറും. സൈക്കിളിലും അങ്ങനെ ബൈക്ക് വെച്ചേക്കാൻ. പിന്നെ സൈക്കിളിന്റെ ഈ സാധനത്തിനും സ്റ്റിയറിംഗ് വീല് അപാര ബുദ്ധി. അല്ല ഗായ്സ്, അപ്പൊ നമ്മള് നേരെ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഇത് പൊട്ടിക്കാം. RPG വിടേണ്ട കാര്യമുള്ളു. ഞാൻ അവിടെ കിടന്ന് ലാഗ് കളിക്കണേ. ഓക്കെ, പെട്രോൾ പമ്പ് ഞാൻ കാത്തിച്ചു. ഞാൻ ഇങ്ങോട്ട് വിടും. ഓക്കെ, അപ്പൊ നോക്കിനി പുതിയ നമുക്കൊരു ബുഗാട്ടി എടുക്കാം. ബുഗാട്ടി ഷിറാൻ. അതെന്താ ഗൈസ്? ഇതെന്തി? അയ്യോ എന്റെ വണ്ടി പോയി. ബൈക്കിൽ നിന്ന് ഇറങ്ങി. അയ്യോ എന്റെ കാറ്. ഗൈസ് ഇത് ഗ്ലിച്ചാണ്. ഞാൻ വേറെ വല്ല കാറെടുത്ത് പോവണേ. ഓക്കെ, ഈ കാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലംബോർഗിനി ഉള്ളിലത്തെ വ്യൂ.
അത്ര ഇതില്ല, അതിൻ്റെ പുറത്തെ ലുക്ക്. ഗൈസ് ഇതുപോലത്തെ ലംബോർഗിനി ഒരു ദിവസം എൻ്റെ സിസ്റ്റേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബർ നിങ്ങൾക്കറിയാവാ, ഒരു അനിയത്തിയും ചേച്ചിയും കൂടി, പിന്നെ ഒരു അനിയനും കൂടി ഉണ്ട്. അവർ എൻ്റെ ആ അനിയത്തി എൻ്റെ സ്വന്തം അനിയത്തിയാണ്, പിന്നെ ചേച്ചി എൻ്റെ കസിൻ ചേച്ചി, പിന്നെ കസിൻ അനിയൻ. എൻ്റെ അടുത്തിപ്പോൾ ഒരു ചെറിയൊരു അനിയത്തി ഇപ്പം ഉണ്ട്. അതിന് ഞാൻ തിരിച്ചു വരാൻ നേരത്താണ് ഇതുപോലത്തെ ഒരു ലംബോർഗിനി പോണാണ്ട്. ഗൈസ് ഭയങ്കര ശബ്ദമായിരുന്നു. ഗൈസ് അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകണാണ്. ഇവിടെ വെച്ചപ്പോൾ നമ്മുടെ വീഡിയോ എന്തായി, നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ, അപ്പോൾ എത്തിയിട്ടുണ്ട്. ഗൈസിൻ്റെ അനിയനിപ്പോൾ സൈഡിൽ നിന്ന് ഇത് തന്നെയാണ് കളിക്കണേ. അത് അവൻ ഒരു GTR അവൻ RPG വെച്ച് RPG വെച്ച് അവൻ അത് പൊട്ടിച്ചതിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക.